പുറത്തുള്ള ടെമ്പറേച്ചർ അതിപ്പോൾ നല്ല രീതിയിൽ കൂടി വരുന്നുണ്ട്. അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ടാങ്കിലെ ഫിഷുകൾക്ക് പണി കിട്ടാനും തുടങ്ങിയിട്ടുണ്ട്. വെള്ളത്തിലെ ടെമ്പറേച്ചർ അത് ഇൻക്രീസ് ആവുന്നതുകൊണ്ടാണ് ഈ ഒരു പണി കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് നോക്കാം. ഈ ഒരു ടൈമിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു പ്ലാന്റ്സ് ആണ്. അതിൽ തന്നെ നമ്മുടെ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് വെള്ളത്തിലേക്ക് അടിക്കാതെ ഇവരെ നോക്കിക്കോളും. നമ്മുടെ ഈ ഒരു ഡക്ക് വീടിനൊക്കെ ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഇവന്മാർ സെറ്റാണ്. ടെമ്പറേച്ചർ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓവർ ആവാതെ മെയിൻറ്റെയിൻ ചെയ്യണം. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. ലോ ടെമ്പറേച്ചർ ആണ് ഷിമ്മ് പെട്ടെന്ന് സെറ്റ് ആവും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പണി കിട്ടാൻ തുടങ്ങും. ഇതുപോലെ അതുപോലെ സൺലൈറ്റിൻ്റെ എഫക്റ്റ് ഉണ്ട്. ആൽഗെ നല്ല രീതിയിൽ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ആൽഗെ ഷ്രിമ്പിന് നല്ലതാണ്, പക്ഷേ ഗപ്പിക്ക് അത്ര നല്ലതല്ല. ഇവിടെ 2 വെറൈറ്റി ഫ്ലോട്ടിംഗ് പ്ലാന്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഫ്രോഗ് ബീറ്റ് പ്ലാന്റ്, അതുപോലെ നമ്മുടെ ഡക്ക് വീടും. പിന്നെ ഉള്ളത് ഫോക്സ് ടെയിൽ പ്ലാന്റ് ആണ്. പിന്നെ ഈ ഒരു പ്ലാന്റും. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ജാവ മോസ്. അതുപോലെ മോസ് വെറൈറ്റിയിൽ എൻ്റെ ഫേവറേറ്റ് വൺ ഈ ഒരു മോസാണ്, നമ്മുടെ പീലിയ മോസ്. ഈ ഒരു ചൂടത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മഴ പെയ്യണം എന്നല്ലേ? അങ്ങനെ മഴ പെയ്താൽ ഹാപ്പി.